പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ താങ്ക്സ് പറയും. ഞാൻ പറഞ്ഞു ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ താങ്ക്സ്. നന്ദി, നമസ്കാരം. പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്നിപ്പോൾ എന്താ ചേച്ചി ചുരിദാറും അതിക്കൊരു ഷാളും മുടിയൊക്കെ മെനക്കി കെട്ടി പൊട്ടൊക്കെ തൊട്ട് അടുക്കളയിൽ നിന്ന് ഒരു ഓഫീസ് ലുക്കിൽ പണിയെടുക്കുന്നതെന്ന് എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്ന ആരെങ്കിലുമൊക്കെ ഓർക്കാൻ സാധ്യതയുണ്ട്. എന്നും വിചാരിച്ച് ഞാനിട്ട ഡ്രസ്സ് ഓഫീസ് ലുക്കുള്ളതും അടിപൊളി എന്നാണ് എന്നൊന്നും അർത്ഥമില്ല. പെട്ടെന്നൊന്ന് ടൗണിൽ പോയിട്ട് വരാനൊക്കെ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ടൗണിൽ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, ലാബിലൊന്നും പോകേണ്ടിരുന്നേ. അപ്പോൾ കെട്ടേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മണ്ഡപത്ത് പോയി വന്നിട്ട് എന്നെ കൂട്ടിയിട്ട് പോവാമെന്നും പറഞ്ഞതാണ്. പക്ഷേ അവിടെ പോയി വന്നപ്പോഴത്തേക്കും ഏട്ടനൊരു അത്യാവശ്യം ഓട്ടം വന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലാബിൽ പോക്ക് അങ്ങോട്ട് ക്യാൻസലാക്കിയിട്ടുണ്ട്. ഓഫീസിൻ്റെ തൊട്ട് മുന്നേ തന്നെയാണ് ലാബ്. എനിക്ക് അവിടെ ചെന്നിട്ട് പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ നേരത്തെ പോവുകയാണെങ്കിൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ പിന്നെ ഡോക്ടറെ കാട്ടായിരുന്നു രാവിലെ തന്നെ, അത്രയും അത്യാവശ്യമായിരുന്നു. പക്ഷെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഓഫീസിലെത്തി എന്താ പറയുക ടെസ്റ്റൊക്കെ കൊടുത്ത് വൈകിട്ട് ഡോക്ടറെ കാട്ടാന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിട്ട ഈ ഡ്രസ്സ് തന്നെ ഇട്ട് ഷോളൊക്കെ ഇട്ട് അടുക്കളയിൽ എൻ്റെ പണികളൊക്കെ എടുത്ത് വ്ളോഗും അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. കൂട്ടത്തിൽ എൻ്റെ നല്ല കടുപ്പമുള്ള ബ്രൂ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഞാനും കുടിച്ചു, കെട്ടിയോനൊരു ഗ്ലാസ് കൊടുത്തു. പിന്നെ ഉണ്ണികൾക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അവരെ വിളിച്ചപ്പോൾ എൻ്റെ ആദ്യം അടുക്കളയിൽ വന്നിട്ട് പറയും, എന്താ അമ്മ വന്നപ്പോൾ ഷാളൊക്കെ ഇട്ട് ആലഭാരം കൂട്ടിയിട്ടൊക്കെ ഒരു വ്ളോഗ് എടുക്കൽ? ഇതല്ല എൻ്റെ അമ്മ ആ മുഷിങ്ങിയ മാക്സിയും പരത്തിയ മുടിയും എണ്ണമഴുക്കുള്ള മുഖവും ഒക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. ഇതെൻ്റെ അമ്മയല്ല, ഇതിനെനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞ് ചെക്കൻ എന്നെ കളിയാക്കി കൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നെക്കാളും നീളമുള്ളതുകൊണ്ട് ഇവനെ കൊഞ്ചിക്കല്ലേന്ന് ആരും പറഞ്ഞേക്കരുത്, നീളം മാത്രമേ ഉള്ളൂ. അച്ഛനേക്കാളും ചെറുതാന്നാണ് ഭാവം. ഇന്ന് ടിഫിൻ ഗോതമ്പ് ദോശയാണ്. കുറച്ച് മാവേ എടുത്തിട്ടുള്ളൂ. അച്ചൂട്ടനും ആദിക്കുള്ളത്. രമേശേട്ടനും പിന്നെ ഇത്രയും നേരത്തെ കഴിച്ചാൽ അവർക്ക് പോവില്ല. അവര് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ കഴിക്കും. ചിലപ്പോൾ പണിയുണ്ടെങ്കിൽ പുറത്തുനിന്ന് കഴിക്കും. ഇപ്പം കുറച്ചേ ഉണ്ടാക്കണം. അവർക്ക് വെറുതെ ടിഫിൻ ഉണ്ടാക്കണം. രാവിലെ ടിഫിൻ വീട്ടിൽ നിന്ന് അധികം കഴിക്കാറില്ല. അടിപൊളി ടിഫിനൊക്കെ ആണെങ്കിൽ കഴിക്കും. ചുട്ടന് പഞ്ചസാര മതി. ആദ്യം ഞാൻ ഇന്നലെ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. അവനപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ശരിക്കും ഗോതമ്പ് ദോശയ്ക്ക് മീൻകറി നമ്മൾ ചോറിക്ക് കണക്കാക്കി വെക്കണമല്ലേ. അപ്പോൾ അത് എനിക്ക് അത്രയ്ക്കാണ്ട് ഇഷ്ടമല്ല. കുറച്ചൊരു പുളി അധികമുള്ള പോലെ ഉണ്ടാവും. പക്ഷെ ഇന്നലെ ഞാൻ മീൻകറി വെച്ചാൽ പുളി കുറച്ച് നല്ല കമ്മിയാണ്. അതുകൊണ്ട് ചിലപ്പോൾ നന്നാവും. ഒരെണ്ണം തിന്ന് നോക്കാം. അപ്പോൾ ചില സമയത്ത് ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നില്ല, അടിയിൽ പിടിക്കും. അല്ല പഴയ അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇതുപോലെ ഒരു മുട്ടയ്ക്ക് ഭാര്യ ഇതിപ്പോ എങ്ങനെയായിട്ടാ എൻ്റെ ഉണ്ണിയോളുണ്ടല്ലോ, അവർ ഫോണ് ടി വി അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ച് അതിനൊക്കെ കുറച്ച് ടൈം തന്നെ സ്പെൻഡ് ചെയ്യുള്ളൂ. ബാക്കി സമയം മൊത്തം എന്നെ ചുറ്റി പറ്റി തന്നെ ഇരിക്കും കേട്ടോ. ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിലും കൂടെ എൻ്റെ അച്ചൂട്ടൻ അവിടെ വന്നിരിക്കും. അടുക്കളയിലാണെങ്കിൽ അവിടെ ഉണ്ടാവും. മൊബൈലും ടി വിയും അനുവദിക്കുന്നില്ലാത്ത ബാക്കി സമയമൊക്കെ ആദ്യത്തേനും എൻ്റെ കൂടെയാണ്. അപ്പോൾ എന്നെ അറിയുന്ന ഒരുവിധം എല്ലാവരും പറയും, രശ്മി ഇങ്ങനെ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഓക്കെയാണ്, പക്ഷെ പോകെ പോകെ ഇവർ മാറുമ്പോൾ തനിക്കത് വല്ലാത്ത ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇപ്പോഴേ അവരുടെ അടുത്ത് ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കാൻ, ഇവരുടെ അടുത്ത് നിൽക്കാൻ ഞാൻ എങ്ങനെ ഗ്യാപ്പ് ഇടാനാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഗോതമ്പ് ദോശ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവും കണ്ടില്ലേ? കോഴിമുട്ട ഒഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. കോഴിമുട്ട ഒഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ചൂടാണ്. ഒഴിച്ചപ്പോൾ നല്ല അടിപൊളി ഗോതമ്പ് ദോശ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് മറിച്ചിടാം. അവിടെ ഇത് തല കുത്തി വീഴണേ. രണ്ടു വട്ടം ഞാൻ കണ്ടു. എങ്ങനെയാന്നറിയോ കാട്ടിന് ഇങ്ങനെ ഓടുക. ഞാൻ ഇങ്ങോട്ട് ഒരുത്തേക്ക് ഓടി വരുമ്പോഴില്ലേ ഒറ്റ പിടിക്ക്. എങ്ങനെ കാട്ടിയതെന്ന് പറഞ്ഞ അങ്ങനെ തന്നെയാണോ കാട്ടിയത്? അച്ചൂട്ടൻ ഇത്ര നേരം എൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ ഒന്ന് കോലയത്തേക്ക് പോയി വന്നേനെ കേട്ടോ. അപ്പോഴത്തേക്കും അടിപിടിയായി. അപ്പോൾ ആ ഒരു വക്കാണം തീർക്കാൻ കോടതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ വൈലൻ്റ് ആവാത്തത് വ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ തനിക്കൊണം ഞാൻ കാണിച്ചേനെ.
ഈടെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ, നിങ്ങളുടെ ഈ വീട്ടിലത്തെ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് എന്ത് കുന്തം കിട്ടാനാ, നിങ്ങൾ എന്തെങ്കിലും ഇമ്മാരി വീഡിയോസൊക്കെ പോസ്റ്റ് ഇടേന്ന്. എനിക്ക് യൂട്യൂബിൽ പ്രത്യേകിച്ച് കണ്ടൊന്നുമില്ല, വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോണേ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്. എന്നാലും എൻ്റെ വീഡിയോയിൽ എനിക്കറിയാവുന്ന കുറച്ച് ഡിഷുകളൊക്കെ ഞാൻ ഉൾക്കൊള്ളിക്കാറുണ്ട്. എന്നുവെച്ചാൽ ഓരോ നാട്ടിലും ഓരോ രീതിയിലൊക്കെ അല്ലേ കറി വെക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർ വേണേലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ എന്ന് ഓർത്തിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കക്കുരു മസാല ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു നെടുകീറി കുക്കറിൽ കഴുകി വൃത്തിയാക്കിയിട്ടിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും പാർന്ന് കുക്കറിൽ ഒരു 2 വിസിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒക്കെ നമ്മളിങ്ങനെ നോ നോ എന്നൊക്കെ പറഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ ചീത്തയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പേടി, അവൾ കുറച്ച് മാറി നിൽക്കും കേട്ടോ. പക്ഷേ ചില സമയത്ത് നമ്മൾ വെറുതെ പറയണം, അത് അവൾക്ക് വെറും ഒരു കോമഡി ആയിട്ടാണ് ഫീൽ ആവണത്. ഞാനിങ്ങനെ പിങ്കുവിനെ ബെഡിലൊന്നും കയറ്റുന്നില്ല, അതുമാതിരി സെറ്റിയിലൊന്നും നിർത്തുന്നില്ല, കുറച്ച് വിട്ട് നിർത്തുന്ന മാതിരി ഉണ്ട്. നമ്മളിങ്ങനെ ഇങ്ങനത്തെ നായ്ക്കുട്ടികളെ മേടിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു ഫ്രീഡം കൊടുക്കണം എന്ന രീതിക്കൊക്കെ 1-2 പേര് പറയുണ്ടായി. ഞാൻ മുന്നേ കുട്ടിയെ പറഞ്ഞു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടൊക്കെ ചെറിയ വീടാണ്, കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഈ പറഞ്ഞും കൂട്ട് ജനലുകളൊന്നും വല്ലാണ്ട് തുറന്നിടാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ബെഡ്ഷീറ്റിലൊക്കെയാണ് മൂത്രം ഒഴിക്കുന്നതിൽ നമുക്കത് തിരുമ്പി ഉണക്കി മടക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആയി. ഈ ബെഡിലും സെറ്റിയിലും ഒക്കെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും തിരുമ്പാനും ഉണക്കാനും ഒന്നും പറ്റില്ല. അതിൻ്റേതായ പരിമിതികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകൊണ്ടാണ് ഞാനിങ്ങനെ ചില കാര്യങ്ങളൊന്ന് ലിമിറ്റായിട്ട് കൊണ്ടുപോകണത്. ഒക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കൂടും അതുപോലെ അവൾക്കൊരു കുഞ്ഞ് ബെഡും ഒക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട്. അതൊക്കെ എന്നാ വരികയെന്ന് അറിയില്ല. കൂട് വളരെ പെട്ടെന്ന് തന്നെ എത്തും തോന്നുന്നുണ്ട് കേട്ടോ. മാത്രമല്ല അവൾ കുളിച്ച് നല്ല ഫ്രഷായി ചീച്ചിയൊക്കെ ഒഴിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ചിലപ്പോൾ അവളെ കിടത്തി കളിപ്പിക്കാറുമുണ്ട്. എന്താ വെച്ചാൽ ഉണ്ണികൾക്കും അവളെ വല്ലാണ്ട് നമ്മൾ മാറ്റി നിർത്തുന്നതായിട്ട് തോന്നരുത്, അവൾക്കും അവളെ നമ്മൾ മാറ്റി നിർത്തുന്നതായിട്ട് ഫീൽ ആവരുത്. ഓരുടെ കളി ഒരുപാട് നേരം നോക്കിക്കള സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുക്കളയ്ക്ക് മണ്ടി കയറിയിട്ടുണ്ട്. ചക്കക്കുരു മസാല ഉണ്ടാക്കണ്ടേ, ചക്കക്കുരു ഒക്കെ വെന്ത് കുക്കറിൽ റെഡി ആയി ഇരിക്കുകയാണ്. ഇനി നമ്മളുടെ ചക്കക്കുരു ഇടാനായിട്ട് ഒരു അടിപൊളി മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് വലിയുള്ളി 2 എണ്ണം കുനുകുനാ അരിഞ്ഞത്, വെളിച്ചെണ്ണയിൽ ഒരു 3 പച്ചമുളകും നെടുകെ കീറിയിട്ടത് ഇങ്ങനെ വഴറ്റിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുറ്റത്ത് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുക്കറൊക്കെ മെല്ലെ അങ്ങോട്ട് തുറന്നു. ഒരു പ്രശ്നം പറ്റി എന്താ വെച്ചാൽ ഒറ്റ വിസിലേ വന്നുള്ളൂ. ഞാൻ 2 വിസിലായെന്നോർത്ത് പെട്ടെന്ന് ഓഫാക്കി. അതിൻ്റെ ഒരു വേവ് കമ്മി ഉണ്ട് കേട്ടോ. ചില ചക്കക്കുരു ആണെങ്കിൽ ഒറ്റ വിസിൽ തന്നെ സൂപ്പറായിട്ട് വെന്തിട്ടും ഇത് പക്ഷേ നല്ലോണം ഇങ്ങോട്ട് പൊടിയാണ്ട് ഒന്നും കൂടി ലേറ്റ് ആയിട്ടേ വന്നിട്ടുള്ളൂ. ഇത്തിരി കൂടി വേവ് വേണം. ഇനിയും കുക്കറിൽ ഒരു വിസിൽ വെച്ച് കഴിഞ്ഞാൽ ഓവർ വേവാകുമെന്ന് ഓർത്ത് ഞാൻ തൽക്കാലം അതിങ്ങനെ ഒരു ഓട്ടപാത്രത്തേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ഒരു ചക്കക്കുരു മസാല റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ ഏടത്തിയമ്മയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്ന ഒരു സമയത്തൊക്കെ ഉണ്ണികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഏടത്തിയമ്മ ഉണ്ടാക്കിയിരുന്ന ഒരു ഡിഷാണത്. അപ്പോൾ ഞാനതിങ്ങനെ വിചാരിച്ചിട്ട് എങ്ങനെ ഈ ചക്കക്കുരു വെച്ച് ഒരു മസാല ഉണ്ടാവുക, ടേസ്റ്റ് ഉണ്ടാവുമോ, കഴിക്കണമെന്നൊക്കെ ആദ്യം ഓർത്തു. പക്ഷെ കഴിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ട് എപ്പോൾ ചക്കക്കുരു കിട്ടിയാലും ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാറുണ്ട്. വെല്ലുള്ളിയൊക്കെ നല്ല രീതിക്ക് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം തോനെ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചച്ചോവ മാറി ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചക്കക്കുരുവിൽ കുറച്ച് പൊടികൾ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബാക്കിയേ ചേർക്കാവൂ. ഒരു 1/4 സ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 2-2.5 സ്പൂൺ ചിക്കൻ മസാലയും നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി പൊടികളുടെയൊക്കെ മസാലക്കുത്ത് ഒന്ന് മാറട്ടെ. തീയൊക്കെ നല്ലോണം ഒന്ന് കമ്മിയാക്കിയിട്ട് മസാല ഇങ്ങനെ മെല്ലെ മെല്ലെ ഒന്ന് എടുക്കണം. അതിനുശേഷം നമുക്ക് വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ ഞാൻ കഴുകി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ചേർത്ത് കൊടുത്തു. ഇനി തക്കാളി ഈ ഒരു മസാലയിൽ കിടന്നങ്ങോട്ട് വെന്ത് കിട്ടണം. ഈ ചക്കക്കുരു മസാല ഉണ്ടല്ലോ ശരിക്കും ചിക്കൻ കറി പോലെയാണ് ഇരിക്കുക കേട്ടോ. ചോറിനൊക്കെ ഇത് ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ ഒന്നാമതൊരു കറി മൂന്നാമതൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല. ഈ മസാല മാത്രം മതി. കുറച്ചൊരു പെർളനെ ആക്കണം, എന്ന് വെച്ചാൽ വല്ലാണ്ട് ഡ്രൈ ആക്കാണ്ട് ഇത്തിരി ഗ്രേവി മാതിരി ആക്കണം. എന്നാലാണ് നമുക്ക് ആ ഗ്രേവി കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അല്ല ഒരു ഉപ്പേരി മാതിരി ആവണമെങ്കിൽ പിന്നെ വെള്ളം നല്ലോണം വറ്റിച്ച് ഇത്തിരി വെളിച്ചെണ്ണ തൂക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ വെന്തിട്ടുള്ള ആ ഒരു വഴറ്റി കിട്ടിയിട്ടുള്ള ആ ഒരു മസാലയിലേക്ക് വെന്ത ചക്കക്കുരു ചേർത്ത് കൊടുക്കുകയാണ്. വെന്താന്ന് പറയാൻ പറ്റില്ല, അത്ര വെന്തിട്ടില്ല. ആ കാരണം കൊണ്ട് തന്നെ നമ്മൾ ചക്കക്കുരു ഊറ്റി വെച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഗ്രേവി ഇല്ലേ, ആ ഗ്രേവിയിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ചക്കക്കുരു ഒന്നുകൂടെ വെന്ത് കിട്ടാൻ ആവശ്യത്തിന് വെള്ളമാക്കി ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ചക്കക്കുരു നല്ലോണം വെന്തണ്ടെന്ന് ഓർത്തോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പെരളനയുള്ള ഒരു ഗ്രേവി ആക്കി എടുത്താൽ മതി. പെരളനേന്ന് ഞാൻ പറയുന്നത് പെരളുക,
എന്ന് വെച്ചാൽ അതിങ്ങനെ ഒന്നിങ്ങനെ ഒരു കുഴഞ്ഞ പരുവാവുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു വന്നപ്പോൾ അങ്ങനെയൊക്കെ ആയി, അത്രയല്ലേ. അപ്പോൾ ഇതാണ് ആ ഗ്രേവി. ഇതിൽ അത്യാവശ്യത്തിന് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഒക്കെ ഉണ്ട്. അതൊക്കെ ആ ചക്കക്കുരുവിൽ ഒന്നും കൂടി അങ്ങോട്ട് പിടിക്കട്ടെ. ശരിക്കും ഈ ഒരു ഗ്രേവി വെന്തിട്ട് വേണമെങ്കിൽ മാത്രം വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണയിലാണ് വെല്ലുവിളിയൊക്കെ വഴറ്റി കൊടുത്തത്. ഞാനപ്പോൾ ഒരു രസത്തിന് ഇത്തിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ അത് മൂടി വെച്ചിട്ട് അങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ആദ്യം കുളിയൊക്കെ കഴിഞ്ഞ് പുറപ്പെടുകയാണ്. റൂമിൽ നിന്ന് വിളിച്ച് കാറാണ് കേട്ടോ. അമ്മ വേഗം ചോറ് കെട്ടിത്താ, എനിക്ക് ലേറ്റ് ആവണു, ബസ് പോയാൽ പണി പാളുമെന്ന്. പണി പാളും, കറക്റ്റ് ടൈമിലേ ബസ്സുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ പൈസ കൊടുത്ത് സ്കൂളിൻ്റെ അവിടെ പോകേണ്ടി വരും. അപ്പം എനിക്ക് ഗോതമ്പ് ദോശയും മീൻകറിയും കണ്ടപ്പോൾ ഒന്ന് കഴിച്ചു നോക്കിയാൽ കള്ളോ തോന്നിട്ടോ പഠിത്തിരിക്കുകയാണ്. ചിലപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്ത് ടിഫിനാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ എനിക്ക് കഴിക്കാൻ തോന്നി തിന്നും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഓട്സ് വെറുതെ ഒന്നാട് തിളപ്പിച്ച് കുറച്ച് ഉപ്പിട്ടിട്ട് കുടിക്കും. പിന്നെ വേറെ ഒന്നും വേണ്ട. അങ്ങനെയാണ് രാവിലത്തെ ടിഫിൻ. അല്ലെങ്കിൽ ഒന്നും തിന്നില്ല, അങ്ങനെ പോവും. അപ്പോൾ ഒരെണ്ണം മീൻകറി കഴിച്ചിട്ട് ഒരെണ്ണം പഞ്ചസാരയിട്ട് കഴിച്ചാലോ? മീൻകറിയിലും പഞ്ചസാരയിലും മുക്കി കഴിക്കേ? ചക്ക പ്രാന്താ. വേണം. ഞാനെന്താ പറഞ്ഞറിയോ, ഒരു ദോശ പഞ്ചസാരയിൽ നോക്കിട്ട് പക്ഷെ ഈ മീൻകറി അമ്മയ്ക്കല്ല, എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞേനെ. ആദ്യം മീൻകറി കൂട്ടിട്ട് അടുത്തത് കഴിച്ചു. എങ്ങനെ കഴിച്ചാവോ? വെറുതെ അല്ല എൻ്റെ കുട്ടി ദോശ മാറ്റിയിട്ട് മേശപ്പുറത്ത് ഞാൻ അവന് കൊണ്ടുപോകാൻ വെച്ച ചോറാന്ന് പകുതി എടുത്തിട്ട് കഴിച്ചത് കേട്ടോ. ദോശ മീൻ കറിയും കൂടി ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. പഞ്ചസാര കൂട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയും കഴിക്കാമായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ എടുക്കല്ലേ നോർത്ത് അങ്ങനെ അങ്ങോട്ട് വലിച്ച് അങ്ങോട്ട് കഴിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും എൻ്റെ ചക്കക്കുരു മസാല അപ്പോഴത്തേക്കും നല്ല സെറ്റായി അടിപൊളിയായി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ശരിക്കും ഇറച്ചിക്കറിയുടെ മാതിരി തന്നെയായിരുന്നു. അച്ചൂട്ടൻ പറയുന്നുണ്ട്, അച്ചൂട്ടന് ഇഷ്ടമല്ല എന്നാലും പറയുന്നുണ്ട്, അമ്മ എനിക്കൊരു മണം കേട്ടിട്ട് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്, എനിക്ക് തട്ടിലാക്കിത്താന്ന്. അച്ചൂട്ടന് ഇമാതിരി ഐറ്റംസ് ഒന്നും പറ്റില്ല, അത് വേറെ കാര്യം. നീ വേണമെങ്കിൽ ആ ചക്കക്കുരു ഒക്കെ ഒന്ന് പെറുക്കിയിട്ട് ആ ഒരു ഗ്രേവിയിൽ മാത്രം ഇത്തിരി ചോറിട്ട് പെനച്ച് കൊടുത്താൽ അവൻ കഴിക്കും. ഒരു ചിക്കൻ കറിയുടെ ഗ്രേവി പോലെയാണല്ലോ അത്. ആദ്യത്തിന് ഞാൻ ഈ ഒരു ചക്കക്കുരു മസാലയും പിന്നെ തേങ്ങ അരച്ച മീൻകറി അവന് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് മീൻകറിയും കൂടെ ഒഴിച്ച് ഇലയിൽ ചോറൊക്കെ വെച്ച് കെട്ടി അവനെ പറഞ്ഞയച്ചു. അവനപ്പോഴത്തേക്ക് നേരം നല്ല വൈകിയായിരുന്നു. അവനെന്താ വെച്ചാലേ 1-2 സമയത്ത് മാത്രമേ രാവിലെ ബസ്സുള്ളൂ സ്കൂളിൻ്റെ മുന്നിൽ ചെന്ന് ഇറങ്ങാൻ പാകത്തിന്. അത് മിസ്സായി കഴിഞ്ഞാൽ നല്ലൊരു പൈസ കൊടുത്ത് നമ്മൾ ഓട്ടോയൊക്കെ വിളിച്ച് അവിടം വരെ പോകേണ്ടി വരും. അക്കാരണം കൊണ്ട് ഉണ്ണി പെട്ടെന്ന് തന്നെ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചക്കക്കുരു കൊണ്ട് മസാല ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തവണയിലും ചക്കക്കുരു കിട്ടുമ്പോൾ ഈ ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചക്കക്കുരു കുഞ്ഞിതാക്കി നുറുക്കിയാലും നല്ലതാണ്. ഇനി ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വണ്ണമില്ലാണ്ട് നുറുക്കിയിരിക്കൂലേ, അങ്ങനെ എടുത്താലും നല്ല രസമാണ് കേട്ടോ. എൻ്റെ കെട്ടിയുണ്ടല്ലോ, നമ്മൾ ഏട്ടന് കരുതി ഉണ്ടാക്കി കഴിഞ്ഞ ടിഫൻ വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ കമ്മിയാക്കി ഉണ്ടാക്കിയാൽ വേണം താനും. ഇന്ന് പക്ഷേ നമ്മുടെ ആദ്യം കഴിക്കാത്തതുകൊണ്ട് ദോശ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനൊരു ട്രിപ്പ് കഴിഞ്ഞ് വന്നതാണ്, എനിക്കും വേണം ഇതെന്ത് കറിയാ എന്നൊക്കെ ചോദിച്ച് വേഗം ദോശയുടെ കൂടെ ചക്കക്കുരു മസാലയൊക്കെ എടുത്ത് കഴിക്കാൻ ആൾക്ക് നല്ല ഇഷ്ടമായി പറഞ്ഞു, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. 1-2 ഏട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി വന്ന് 1-2 റീൽസ് ഷോർട്സൊക്കെ അങ്ങോട്ട് ചെയ്തു. എന്നിട്ട് വേഗം ഓഫീസിലേക്ക് പോയി. രാവിലെ ആ ഒരു ദോശ ഇങ്ങനെ വലിച്ച് കഴിച്ചല്ലേ, ഒരു 11 മണിയായപ്പോഴേക്കും നല്ല വിശപ്പ്. അപ്പോൾ ഞാനൊരു ചായയും ഒരു 50-50യുടെ ബിസ്ക്കറ്റ് കൂടും വാങ്ങിച്ചു, അത് അകത്താക്കി. പക്ഷേ ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്ക് തട്ടിലാക്കിയില്ല, വേറെ ഒരു പാത്രത്തിൽ
ചക്കക്കുരു മസാല എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഡപ്പയിൽ കുറച്ച് മീൻ കറി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മീൻ കറി ഒഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ആ ചക്കക്കുരു മസാല ഇങ്ങനെ കൂട്ടി കഴിച്ചപ്പോൾ കരുതി മീൻ കറി ഒഴിക്കണ്ടായിരുന്നില്ല, ആ ഒരു മസാല മാത്രം മതിയായിരുന്നു എന്ന്. എന്തായാലും ഞാൻ ഊണൊക്കെ കഴിച്ച് വൈകിട്ട് അങ്ങനെ വീട്ടിലെത്തി. കുറച്ച് നേരം നമ്മളെ പെൺകുട്ടിയുടെ കൂടെ മേലെ കളിച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി വിശേഷമൊന്നുമില്ല, ഇത്തിരി വിശേഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.